വില്യാപ്പള്ളി ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട, ഉസ്താദ് മറന്നുപോയോ എന്നറിയില്ല. ഞാനും ബഹുമാനപ്പെട്ട അലവി സക്കാഫി അവറുകളും പരസ്പരം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തത് പ്രാർത്ഥനന്റെ കാര്യത്തിലായിരുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ എവിടെയും തെളിവില്ല എന്ന് ഞാനും ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട അലവി സക്കാഫിയും പരസ്പരം സത്യം ചെയ്ത കേസറ്റ് നിലവിലുണ്ടല്ലോ. ആവർത്തിക്കണോ എന്ന് ചോദിച്ചാൽ ഈ ജനങ്ങൾ ധരിക്കും. എന്താ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ഒരു തെളിവും എവിടെയും ഇല്ലെന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യും. ബഹുമാനപ്പെട്ട മുമ്പിലിരിക്കുന്ന എന്റെ ഉസ്താദ്, നമ്മുടെയൊക്കെ ഉസ്താദ് അലവി സക്കാഫി ഖുർആനിൽ അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് സത്യം ചെയ്യുകയും ചെയ്തത് വീഡിയോയിലുണ്ട്. ഞാൻ പ്രാർത്ഥന, നിങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പ്രാർത്ഥനയിൽ നിന്നും സഹായത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായം എന്ന വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുവരാം. ഉസ്താദ് എന്തോ പറയുന്നുണ്ട്, ശേഷം പറയും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. വില്യാപ്പള്ളി മുഖാമുഖത്തിൽ വെച്ച് ഞാനും ഈ മൗലവിയുമായി സത്യം ചെയ്തു പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നതിന് തെളിവായിട്ടായിരുന്നു ഞാൻ സത്യം ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മപ്പിശകാവാനേ തരമുള്ളൂ. കളവാണ് എന്നാണ് പറയേണ്ടത്. നിങ്ങളുടെ പ്രായം മാനിച്ച് ഞാനത് പറയുന്നില്ല. അത് ഓർമ്മപ്പിശകായിരിക്കും. നിങ്ങൾക്ക് കാസറ്റ് ഇവിടെ ലഭ്യമാണ്. അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് എതിരായി പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തും തെളിയിക്കാൻ കഴിയില്ല എന്ന് പലവരു ഞാൻ ആവർത്തിച്ചതാണ്. ഇവിടെയും ഞാനത് ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ വിഷയം സഹായാർത്ഥനയാണ്. പക്ഷെ ഞാൻ അവിടെ ഒരു വിശദീകരണം നൽകിയിരുന്നു. നിങ്ങളോടായിരുന്നില്ല, മറ്റൊരു മൗലവിയോടായിരുന്നു അത്. രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അവിടെ വന്നിരുന്നു. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞു, സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിലാർക്കും തർക്കമില്ല. ഡിക്ഷണറിയിൽ വരെ ഈശ്വരനോട് ചോദിക്കുക എന്നൊരർത്ഥം പ്രാർത്ഥന എന്ന പദത്തിന് പറയുന്നത് കാണാം. ആ അർത്ഥം, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നതും. അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഞങ്ങൾ സമർപ്പിക്കുന്നില്ല എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. അവിടെയും ഞാനത് അവതരിപ്പിച്ചും പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ പറഞ്ഞ മൗലവിയെ കൊണ്ട് ഞാൻ തിരുത്തിപ്പിച്ചതാണ് ചോദ്യത്തിൽ. എന്ത് അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന പറയണ്ട, സഹായം ചോദിക്കൽ. അവസാനം അയാൾ സഹായം ചോദിക്കൽ എന്ന ആ പദത്തിലേക്ക് മടങ്ങി വന്നതുമാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാവും, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പദം അവിടെയും വിളിച്ചു പ്രാർത്ഥന തന്നെയാണ്. ഞാനത് മറക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങളത് അംഗീകരിച്ചു എന്ന് വരൂല. അത് നിങ്ങൾ പറഞ്ഞ പദമാണ്. ഞങ്ങളത് പദം പറഞ്ഞിട്ടില്ല. ഒന്ന്. മറ്റൊരു കാര്യം, ഒരു പദത്തുമ്മ കടന്ന് കെട്ടിമറിയുന്നതിൽ നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇനി അതും പറയാം. ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോഴേക്ക് ചെയ്യുന്ന കർമ്മം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുശ്രിക്കാവും, കാഫിറാകും. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തൗഹീദാകുന്ന അങ്ങനൊന്നുമില്ല. പക്ഷെ നമ്മളുള്ളത് പറയുന്നു എന്നേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന, സുന്നികൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് പറയാറില്ല. പിന്നെ സുന്നികളുടെ പുസ്തകങ്ങളിലും മറ്റൊക്കെ ചിലത് ഉദ്ധരിക്കാറുണ്ട് മുജാഹിദുകൾ. അത് മുജാഹിദുകൾ പറയുന്ന പദം കടമെടുത്ത് പറഞ്ഞതുമാണ്. അതൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ഞാൻ വിശദീകരണം നൽകും. അപ്പൊ അതുകൊണ്ട് വില്യാപ്പള്ളിയിലും നടന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എല്ലായിടത്തും പറയുന്നത് ഒന്ന് തന്നെയാണ്, രണ്ടെണ്ണം പറയേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് സുന്നികൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് خذ بيدي وقلت حيلتي أدركني يا رسول الله. സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ, ഈ ഇസ്തിഗാസ നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുന്ന ഇസ്തിഗാസ, അല്ലെങ്കിൽ ഖുതുബിയ്യത്തിൽ യാ ഗൗസു യാ മുഹിയദ്ദീൻ
മഹാത്മാക്കളോട്, അമ്പിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിക്കാമോ അല്ലയോ? ഇതാണ് തർക്കം. അടിസ്ഥാന തർക്കം അതാണ്. ആ തർക്കത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി, പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അമ്പിയാക്കൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് വിഷയം ആരും മാറ്റേണ്ടതില്ല. മർമ്മമായ തർക്കത്തിന്റെ മർമ്മമായ ഈ രംഗത്ത്, അതായത് മഹാത്മാക്കളോട് അവർ അള്ളാഹുവിന്റെ അടിമകളാണ്, അവർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല, ദൈവാവതാരമാണെന്ന് കരുതിക്കൊണ്ടല്ല, ദൈവത്തിന്റെ പുത്രനാണെന്ന് കരുതിക്കൊണ്ടല്ല, ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ അടിമകളാണ്, വലിയുകളാണ്, പ്രവാചകന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ശരിക്ക് മനസ്സിലാക്കണം, എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നു പറയുന്ന ഒരൊറ്റ ഖുർആനിക സൂക്തവും ലോകത്ത് ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ കാണിക്കാം, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണിക്കാം. എത്ര കൊല്ലായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ ഖുർആൻ സൂക്തം കാണിക്കാൻ കഴിയില്ല. എന്താ ആയത്ത്? ഇങ്ങനെ 6000 ജില്ല ആയത്തില്ല, അതുകൊണ്ടായില്ല. കാണിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ്, നബിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, അത് കുഫറാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ഖുർആൻ വാക്യം അള്ളാഹുവിന്റെ ഖുർആനിൽ കാണിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതാണ് നമ്മുടെ തർക്കം. പിന്നെ തർക്കമില്ലാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞ് സമയം കളയേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കും പ്രാർത്ഥനയുടെ അർത്ഥമൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അത് തർക്കമില്ലാത്ത വിഷയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുകൊണ്ടുപോയി തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നേ പൊതുജനം വിധി എഴുതുകയുള്ളൂ എന്ന കാര്യം അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്.